നമസ്കാരം. എംപവർ വഴിയുള്ള ഡിസ്ട്രിബ്യൂട്ടർ പ്രൈമറി സെയിൽസ് ഓർഡർ ഇടാൻ വേണ്ടി എംപവർ മെനു ഓപ്പൺ ചെയ്യുക. അതിനുശേഷം പ്രൈമറി സെയിൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്രൊസീഡ് കൊടുക്കുക. അതിനുശേഷം DPR ക്രിയേറ്റ് ചെയ്യാം. DPR ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് DPR സെലക്ട് ചെയ്യുക. ക്രിയേറ്റ് ന്യൂ DPR സെലക്ട് ചെയ്യുക. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ഏത് ഓപ്ഷനാണോ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ യെസ് ബാങ്കിൽ നിന്നും വന്നിട്ടുള്ള UTR നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഏത് ഡേറ്റിലാണോ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത്, അതായത് പൈസ ഇട്ടത്, ആ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസ്ട്രുമെൻ്റ് എമൗണ്ട്, അതായത് ബാങ്കിൽ എത്രയാണോ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നത്, സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്, ആ എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ 10 ലക്ഷം രൂപയാണ് ബില്ല് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ DPR ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ DPR ഓപ്ഷൻ വീണ്ടും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള DPRൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിൽസ് ഓർഡർ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ന്യൂ ഓർഡർ സെലക്ട് ചെയ്യുക. അവിടെ ന്യൂ ഓർഡർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ആഡ് ഐറ്റംസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ടോപ്പ് ആണ് ബില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഡ്രോപ്പ് ഡൗണിൽ ടോപ്പ് സെലക്ട് ചെയ്യുക. ബില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്വാണ്ടിറ്റി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ 10 ലക്ഷം രൂപയാണ് ബില്ല് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ എത്രയാണ് ടോട്ടൽ എമൗണ്ട്, 10 ലക്ഷം രൂപയ്ക്ക് എത്രയാണ് എമൗണ്ട് വേണ്ടതെന്നുള്ളത് തൊട്ട് താഴെ എഴുതി കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം ആഡ് DPR കൊടുക്കുക. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള DPR ആഡ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. ഇവിടെ ഏതാണോ ബില്ലിംഗ് അഡ്രസ്സ് എന്നുള്ളത് അവിടെ കാണിച്ചിട്ടുണ്ട്. അവിടെ സബ്മിറ്റ് കൊടുക്കുക. ഇവിടെ നമ്മളുടെ സെയിൽസ് ഓർഡർ സക്സസ്ഫുള്ളി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അവിടെ എന്താണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ വാലിഡേഷൻ പെൻഡിങ് ആണ്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കറക്റ്റ് സ്റ്റാറ്റസ് അറിയാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ വീണ്ടും സെയിൽസ് ഓർഡർ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. എന്താണ് സ്റ്റാറ്റസ് എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മളെ സെയിൽസ് ഓർഡർ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി സ്റ്റോക്ക് കയറിയിട്ടുണ്ട് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ബാലൻസിൽ. അതിൻ്റെ ഡീറ്റെയിൽസാണ് കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മളുടെ എംപവർ വഴിയിട്ട് ഒരു സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത്. താങ്ക് യു.